പോണ്ടിച്ചേരിയിലെ എക്സ്പെൻസസ് ഒക്കെ എത്ര ആയി എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് തഞ്ചാവൂരും ചെന്നൈയിലും എത്ര എക്സ്പെൻസസ് ആയി എന്നുള്ളതൊന്ന് നോക്കിയാലോ. ആസ് യൂഷ്വൽ പോണ്ടിച്ചേരി ടു ചെന്നൈ വരെ ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നു ട്രാവൽ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയുന്നത് 182 റുപ്പീസ് ആയിരുന്നു. ചെന്നൈയിൽ എത്തിയതിനു ശേഷം ഞങ്ങൾ എടുത്ത റൂമിന്റെ സ്റ്റേ കോസ്റ്റ് എന്ന് പറയുന്നത് 2200 രൂപയായിരുന്നു. ട്രാൻസ്പോർട്ടേഷന് മെയിൻ ആയിട്ടും ഞങ്ങൾ ഊബറും മെട്രോ ഒക്കെ ആയിരുന്നു ചൂസ് ആക്കിയിരുന്നത്. പ്രൈവറ്റ് ആയിട്ട് ഓട്ടോ വിളിക്കാണ്ടിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്, കാരണം അതിന് പറ്റിക്കപ്പെടാൻ നല്ലോണം ചാൻസ് ഉണ്ട്. ചെന്നൈയിൽ എത്തിയതിനു ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾക്കായ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 717 രൂപയായിരുന്നു. ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ നൈറ്റിൽ ഞങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്ത് തന്നത് മീനുവിന്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് സൗരവായിരുന്നു. പുള്ളിക്കാരൻ ഓർഡർ ചെയ്ത് തന്നിട്ടുള്ള 2 ഫുഡിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. ചെന്നൈയിൽ വന്ന ഫസ്റ്റ് ഡേ ഞങ്ങൾ അറിയാണ്ട് ഉറങ്ങിപ്പോയോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കട്ടായി പോയായിരുന്നു. സോ ഈ ഒരു ഫുഡ് സീരീസ് ഞങ്ങൾക്ക് ഒരു 1500 രൂപയിൽ ഒതുക്കാൻ പറ്റി. സത്യം പറയാലോ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകൾ കിട്ടിയത് ഞങ്ങൾക്ക് ചെന്നൈയിൽ വന്നിട്ടാണ്. കുറെ ചിരിച്ചതും അലഞ്ഞതും വലഞ്ഞതും എല്ലാം ചെന്നൈയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെന്നൈ എപ്പോഴും നല്ലൊരു മെമ്മറി ആയിരിക്കും. സോ ജസ്റ്റ് 2 ഡേയ്സിന് മാത്രം ഞങ്ങൾക്ക് ചെന്നൈയിലായ എക്സ്പെൻസ് എന്ന് പറയുന്നത് 4559 രൂപയായിരുന്നു. പിറ്റേ ദിവസമാണ് ചെന്നൈയിൽ നിന്ന് തഞ്ചാവൂർക്ക് ഞങ്ങൾ ട്രെയിൻ കയറിയത്. ട്രെയിൻ ടിക്കറ്റ് വന്നിട്ട് 500 രൂപയാണ് ആയത്. എല്ലാ ട്രെയിൻ യാത്രയിലും നമ്മൾ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ആൾക്കാരെ പരിചയപ്പെടും. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ യാത്രയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഈ 2 പേരെ. ഞങ്ങൾ ഈ കമ്പാർട്ട്മെന്റിൽ കയറിയ സമയത്ത് അവിടെയുള്ള ആൾക്കാരായിട്ടൊക്കെ വഴക്കുണ്ടാക്കിയ വ്യക്തികളാണ് ഇവര്. ഞങ്ങളൊക്കെ പിന്നെ നല്ല എക്സ്ട്രോവേർട്സ് ആയതുകൊണ്ട് തന്നെ ഇവരോട് കമ്പനി ആയതിനു ശേഷമാണ് മനസ്സിലായത് ഇവർ എന്തിനാണ് അവിടെ വഴക്കുണ്ടാക്കിയെന്നും ഇവരൊക്കെ എത്ര പാവാണെന്നും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള ടാഗ് എപ്പോഴും ശരിയാവണമെന്നില്ല എന്നും എനിക്കപ്പോൾ തോന്നി. അങ്ങനെ രാത്രി മൊത്തം ട്രെയിനിൽ സ്പെൻഡ് ആക്കിയതിനു ശേഷം രാവിലെയാണ് തഞ്ചാവൂർ എത്തിയത്. അപ്പോഴേക്കും നല്ല വിശപ്പായിരുന്നു എല്ലാവർക്കും. അപ്പൊ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 250 റുപ്പീസ് ആയി. പിന്നെ ഒരു 6 ഹവറിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ റൂം എടുത്തത്. ആ റൂമിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1000 റുപ്പീസ് ആയിരുന്നു. ഞങ്ങൾ തഞ്ചാവൂർ വന്നതിന്റെ തന്നെ മെയിൻ എയിം എന്ന് പറയുന്നത് തഞ്ചാവൂരിലെ ബൃഹദേശ്വരി ടെമ്പിൾ കാണാനായിട്ടാണ്. സോ എല്ലാവരും കുളിച്ചൊക്കെ റെഡി ആയിട്ട് നേരെ ടെമ്പിളിലോട്ട് പോയി. നമ്മൾ പോയതും വന്നതൊക്കെ ഓട്ടോയിലായതുകൊണ്ട് തന്നെ അതിനാകെ 300 രൂപയേ ആയിട്ടുള്ളൂ. ട്രഡീഷണൽ ലുക്ക് പിടിക്കാനായിട്ട് ഞങ്ങൾ അവിടുന്ന് ഫ്ലവർ ഒക്കെ വാങ്ങിയായിരുന്നു. സോ ഫ്ലവറിനായത് 145 റുപ്പീസ് ആയിരുന്നു. ഈ ടെമ്പിളിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് എന്തായാലും പോയി കാണണം. അപ്പോൾ തഞ്ചാവൂർ 1 ഡേ സ്പെൻഡ് ആക്കാൻ വേണ്ടി ഞങ്ങൾക്കായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 3270 രൂപയാണ് വിത്ത് റിട്ടേൺ ടിക്കറ്റ് ടു കേരള. അപ്പോൾ ഈ ഒരു വേൾഡ് ട്രിപ്പിൽ ഞങ്ങൾക്ക് 4 പേർ കൂടെ വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 19853 രൂപയാണ്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് പറയണേ. അപ്പോൾ ഇതിനൊക്കെ പുറമെ കുറെ കണക്കിപ്പെടാത്ത അല്ലറ ചില്ലറ എക്സ്പെൻസസ് ഞങ്ങൾക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എമൗണ്ടിൽ ഈ ഒരു ട്രിപ്പ് വേർത്ത് ആയിരുന്നു അല്ലെന്നും കൂടെ നിങ്ങൾ പറയണേ.